ഹലോ ഫ്രണ്ട്സ്, അപ്പം ഇന്നത്തേത് നമ്മൾ വർഷങ്ങളായിട്ട് കാത്തിരുന്ന ഒരു യാത്ര പോയതിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ. വർഷങ്ങളായെന്ന് വെച്ചാൽ നമ്മളൊരു 5-6 വർഷത്തിന് മേലെ ഈ ഒരു യാത്ര പോകാൻ വേണ്ടിയിട്ട് കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പം ഇന്നാണ് ടൈം ആയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബാഗ് പാക്കിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങൾ മുന്നേ കണ്ടത്. അപ്പം നമ്മളിപ്പോൾ ഇതാ ഈറോഡ് റെയിൽവേ സ്റ്റേഷനിൽ, അതായത് ശനിയാഴ്ച പുലർച്ചെ ഒരു 3 മണി 2:57 ആകുമ്പം റെയിൽവേ സ്റ്റേഷനിലാണ് കാത്തിരിക്കാൻ നമ്മുടെ യാത്ര തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ട്രെയിനിൽ കയറി. ഒരു റെയിൽവേൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരുപാട് നേരം ലേറ്റായിരുന്നു ട്രെയിൻ. നമ്മൾ 3 മണിക്ക് കയറേണ്ട ട്രെയിൻ കയറുന്നത് 3:57-നാണ്. അപ്പം നമ്മൾ നേരെ ഈറോഡ് നിന്ന് നമ്മൾ നേരെ കോയമ്പത്തൂരേക്കാണ് പോകുന്നത്. കോയമ്പത്തൂർ നിന്നിട്ട് ഒരു 6 മണിക്ക്, പുലർച്ചെ 6 മണിക്ക് നമുക്ക് ട്രെയിൻ ഉണ്ട്. അപ്പം നമ്മൾ എവിടേക്കാന്നുള്ള വിവരം ഈ വീഡിയോയിൽ പറയുന്നില്ല, നിങ്ങളുമായിട്ട് വീണ്ടും ഷെയർ ചെയ്യുന്നതായിരിക്കും അടുത്തൊരു വീഡിയോയിൽ. അപ്പം ഇത് നമ്മുടെ യാത്രയിൽ നമ്മൾ മാത്രമല്ല എന്ന് മനസ്സിലായല്ലോ. നമ്മൾ അമ്മയും അമ്മയുടെ അനിയത്തി, അവരുടെ ഭർത്താവ്, നമ്മൾ കോഴിക്കോട് നിന്ന് അവർ ട്രെയിനിൽ കയറി. അപ്പം അവർ വരുമ്പോൾ നമ്മൾ വെറും കൈയോടല്ല കേട്ടോ വന്നത്, നമുക്ക് പൊതിച്ചോറായിട്ടാണ് വന്നത്. നമ്മുടെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം ട്രെയിനിൽ തന്നെ നമ്മൾ കഴിച്ചു. അപ്പം നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് കയറിയ ട്രെയിൻ നേരെ പോയത് മംഗലാപുരത്തേക്കാണ്. അപ്പം മംഗലാപുരത്ത് നിന്ന് വേറൊരു മെമു ട്രെയിനുമായിട്ട് നമ്മൾ വീണ്ടും യാത്ര തുടർന്നിരിക്കുകയാണ്. അപ്പം എവിടേക്കാണെന്നുള്ള വീഡിയോ, എവിടേക്കാണെന്നുള്ള കാര്യം, എന്തിനാണ് പോയതെന്നുള്ള കാര്യമൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പം ഈ വീഡിയോയിൽ ഞാൻ ഇത്രയേ ഉൾപ്പെടുത്തുന്നുള്ളൂ. എങ്ങനെയായാലും ഈ വീഡിയോയിൽ എല്ലാം കൂടി ഉൾപ്പെടുത്താൻ പറ്റില്ല. അപ്പം ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇത്രയും ലോങ് ആയിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്നത്. അതിൻ്റേതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ബുദ്ധിമുട്ടാവുക ഭക്ഷണത്തിനാണ്. അതുമാത്രമല്ല, ഞങ്ങൾ പുലർച്ചെ 3 മണിക്ക് അവിടെ ട്രെയിൻ കയറിയിട്ട് പിന്നെ വേറെ ഒന്നും കഴിച്ചിട്ടുമില്ല. അപ്പം നമ്മുടെ വിശപ്പിൻ്റെ വിളി നല്ലോണം വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ ഈ ഭക്ഷണം കൊണ്ടുവന്നതുകൊണ്ട് നമുക്ക് അതൊരു ഭയങ്കര ഹെൽപ്പായി. വിശപ്പൊക്കെ മാറി. അതുകൊണ്ട് യാത്ര ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ലായിരുന്നു. പിന്നെ കുട്ടികളൊക്കെ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ അത്ര സ്മൂത്ത് ആയിരുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് അവരുടെ വികൃതികളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരാം കേട്ടോ.